ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കിസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഉന്നക്കായിൻ്റെ ഓർഡർ ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫിലേക്ക് ദുബൈയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉന്നക്കായി ഉണ്ടാക്കുന്നുണ്ട്. ഇത് രാത്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായില്ല ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത, സുഖമില്ല. വയനാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം സൗണ്ടും ഇല്ല. ഇപ്പോൾ സൗണ്ട് കുറച്ച് വന്നത്, തീരെ സുഖമില്ല. അപ്പോൾ അതിൻ്റെ അടുക്കുന്ന കുറച്ച് ഓർഡറെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം പിന്നെ അതിൻ്റെ അടുക്കുന്ന പോകാനെല്ലാം കുറച്ച് മംഗലം അങ്ങനത്തെ എല്ലാം പരിപാടിയുണ്ട്. അങ്ങനെ രാവിലെ മുട്ട സെറുക്കാവും ബീഫ് കറിയെല്ലാം ഉണ്ടാക്കിന്. ഇത് പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുമായി നമുക്ക് തിന്നാനും വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം അപ്പോൾ ഉച്ചക്കല്ലേ ഇന്ന് രാത്രി കൊടുക്കാൻ മുട്ടമാലയും പിന്നെ ഇതെല്ലാം ആക്കുന്നുണ്ട്. മുട്ടമാലയും എന്തെല്ലെങ്കിൽ കല്ലുമക്കായും അത് ഖത്തറിലേക്ക് കൊടുത്തേക്കാൻ. പിന്നെ ഇത് ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള കുറച്ച് പിന്നെ സ്നാക്സ് ഇതുണ്ട്, ഉന്നക്കായി ഉണ്ട്. അത് 4 ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുമക്കായി എൻ്റെ ഓൾറെഡി ഫ്രോസൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് 3 ബോക്സ് ഉറവാണെന്ന് പറഞ്ഞിട്ട് 15 മുട്ടൻ്റെ മുട്ടമാലയും ഖത്തറിലേക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാനുള്ള ഉന്നക്കായി. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയത്, പിറ്റേ ദിവസം ഓർഡർ ഉണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിയാകുമ്പോൾ കൊടുക്കാൻ ഫ്രൈ ആക്കിയിട്ട് 25 റോളും 40 ഉന്നക്കായും കൊടുക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഇത് പിന്നെ ഞാൻ കല്ലുമക്കായെല്ലാം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായാലും തീർന്ന് ഇനി ആദ്യം ഉണ്ടാക്കിയിട്ട് വെക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ ചോദിക്കുന്നത് ഇത് ഉണ്ടാന്ന്. അപ്പോൾ നമ്മളുടെ ഫ്രീസറിൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ചില ആൾ ഗൾഫിലേക്ക് കൊണ്ടുപോകാനും വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം മസാലയിലെല്ലാം മുക്കിയിട്ട് റെഡിയാക്കിയിട്ട് ഫ്രീസാക്കാൻ വെക്കുന്നത്. പിന്നെ ഞാൻ മിഞ്ഞാന്ന് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. മധുര കൽത്തപ്പയില്ല, കുക്കർ കൽത്തപ്പ, അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയെന്ന് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ നോക്കിയെങ്കിലല്ല എല്ലാം മനസ്സിലാവും. ഞാൻ അതിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നോക്കണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണോ കാര്യം തന്നെ നിങ്ങൾ ചോദിക്കുന്നത്, പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ള് നോക്കിയിട്ടിട്ട് അതിലില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് കോൾ ചെയ്തിട്ട് ചോദിക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഞാൻ അതിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാനല്ല, പറഞ്ഞ കാര്യം തന്നെ അതിൽ ചോദിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓള് റിപ്ലൈ ഒന്നും തരുന്നില്ല, കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല, ഓൾ വലിയ ആൾ എന്നെല്ലാം വിചാരിക്കും. അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. എനിക്ക് എൻ്റെ നമ്പർ ഇൻസ്റ്റയിലുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്ക് തന്നെ ഉണ്ടാകുന്നു, ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്ക് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ പുറത്ത് പോകാനെല്ലാം ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ എടുക്കുന്ന മംഗലോ അങ്ങനത്തെ എല്ലാം പരിപാടിയെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ ഓർഡറെല്ലാകുമ്പോൾ കുറച്ച് തിരക്ക് തന്നെ ആയി പോകുന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.